ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ശാസ്താംകോട്ട ഉത്സവമായിരുന്നു. അപ്പോൾ നമ്മുടെ ദേവിക ഉണ്ണിയുടെ വീട്ടിൽ ഞങ്ങളെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ പോകുന്ന സാഹസികമായ യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെരി നാച്ചുറൽ ഗൈസ്. ഞാൻ സത്യത്തിൽ സർപ്രൈസ് ആയി, പക്ഷെ മന്ദബുദ്ധി മീനാക്ഷി അത് എടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്തത്. ഇത്ര ദിവസം സ്കൂൾ ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം ആകെ കൃഷ്ണനന്ദ, ആക്ട്രസ് കൃഷ്ണനന്ദ കണ്ടോ ഇരിക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ പോകാറില്ല. ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇത് ബ്ലോഗ് കാണുന്ന NSS ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കാം. പിന്നെ നമ്മൾ ചോറൊക്കെ കൊണ്ടിട്ട് കുറച്ച് നേരം ഫോണിൽ നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മൾ കോന്നി പോയപ്പോൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തടു അത് എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങളെ കാണിച്ചിട്ട് കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗഹനമായി എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം വൈദൂട്ടനുമായിട്ട് അടിയൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങളെല്ലാം കൂടെ രാത്രി ഉത്സവത്തിന് പോയി. ഞങ്ങളങ്ങനെ ഉത്സവത്തിനൊന്നും വിടുന്നതല്ല, ഞങ്ങൾ പിന്നെ വലിയ യുദ്ധമൊക്കെ നടത്തിയിട്ടാണ് പോയത്. അങ്ങനെ ഒരുപാട് വലിയ വാറിന് ശേഷം ഞങ്ങൾ ഉത്സവം കാണാനായിട്ട് പോയി. അപ്പോഴാണ് അതൊരു ആംബുലൻസ് പോയത്. ആംബുലൻസ് വരുന്നുണ്ട് എല്ലാവരും 2 വർഷത്തേക്ക് മാറി നിന്ന് ഉത്സവത്തിൻ്റെ ആ ഒരു രീതിയിൽ മാറി നിന്ന് കൊടുത്തു. അതാണ് നമ്മുടെ നന്മയുള്ള കേരളം, കേരള സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ അത് അടിപൊളി ചെണ്ടമേളം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ടാണ് നമ്മൾ അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. പിന്നെ ഞാൻ അതും കൂടി ഗഹനമായിട്ട് ആലോചിക്കായിരുന്നു, എന്തിനാണ് ഈ ഉത്സവത്തിന് നമ്മൾ പോകുന്നത്, എല്ലാവരും എന്തിനാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ ഒരു ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഞങ്ങൾ ആലോചിക്കാറുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ പാനിപ്പൂരിയൊക്കെ മേടിക്കുന്ന കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ, മീനാക്ഷി, ശിവ, തടു, പിന്നെ നമ്മുടെ കുഞ്ഞാ, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു വൈബാണല്ലേ. പിന്നെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും ഫ്ലോട്ടുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആനയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കൊല്ലം ട്രിവാൻഡ്രം സൈഡിലൊക്കെയാണ് കൂടുതൽ ഉത്സവത്തിന് ഫ്ലോട്ടുകളൊക്കെ ഞാൻ കണ്ടുവരുന്നതെന്ന്. പിന്നെ ഈ ഒരു കോസ്റ്റ്യൂം കണ്ടപ്പോൾ വെറൈറ്റി ആണെന്ന് തോന്നിയപ്പോൾ ചുമ്മാ വീഡിയോ എടുത്ത് വെച്ചാണ്. പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, അങ്ങനെ അവരുടെ അടുത്തൊക്കെ പോയി സംസാരിച്ചു. പിന്നെ ഈ വർഷത്തെ ഉത്സവങ്ങളുടെ ട്രെൻഡിങ് സാധനം ഗൊറില്ല വന്നു. ഞാൻ ഓടിയപ്പോൾ ക്യാമറ ഷേക്കായതാണ് ഗൈസ്. എൻ്റെ അടുത്തോട്ട് വരുന്നപ്പോൾ എനിക്ക് പേടിയായി. അങ്ങനെ ഞാൻ ഓടി. ദൂരെ നിന്നത് കാണാൻ ഓക്കെയാണ്, പക്ഷേ അടുത്ത് വന്നാൽ തീർന്നു. എനിക്ക് നല്ല പേടി. പിന്നെ ആനെ കണ്ടപ്പോൾ സൂരജ് പോയി ഓട്ടോടെ മറവിൽ വിളിച്ചിരുന്നത്. സൂരജ് കാര്യം നല്ല പേടിയാണ്, എനിക്ക് നല്ല പേടിയാണ്. അപ്പോൾ അതും പറഞ്ഞ് തടോടെ കിടന്ന് ചിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഉത്സവമൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയുള്ള വിശേഷം മറ്റൊരു വ്ലോഗായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.